തന്നെയുടെ ഉള്ളതുകൊണ്ടാണല്ലോ ഇരട്ടച്ചെങ്ങൻ എന്നുള്ള പേരും ഉള്ളത് അല്ലേ അല്ലേ? താങ്കൾക്ക് ധാരാളം വിളിപ്പേരുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. കേട്ടിട്ടുണ്ടോ? ഇല്ല പറയണോ? ജൂനിയർ മാൻഡ്രേക്ക് എന്ന് വിളിക്കാറുണ്ട്, കാരണഭൂതൻ എന്ന് പറയാറുണ്ട്. അതിന്റെ മേലെ ദേഷ്യം കൊണ്ട് ദേഷ്യത്തിലല്ലേ 25 വയസ്സിൽ അന്ന് 1970 ശ്രീ പിണറായി വിജയൻ MLA ആയ ആ ഒരു റെക്കോർഡ് ഇന്നും ഇതുവരെ ആരും ഖണ്ഡിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ യുവാക്കൾ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് പൊളിറ്റിക്സിലേക്ക് വരാത്തത്? കേരിവാടാ മക്കളെയൊന്നും. അടിപൊളി. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ചില പ്രത്യേകതകളുണ്ടാവും. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയൊരു വിവാദമായിരുന്നു. ഞാൻ അവരോട് ദയവായി ഒന്ന് പുറത്തേക്ക് വരുമോ എന്നല്ല ചോദിച്ചത്. സാധാരണ രീതിയിൽ കടക്ക് പുറത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ആ സമയത്ത് വന്ന് താങ്കളുടെ ഒരു ഹലോ പറയാൻ പോലും പേടിയായി. കാരണം താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അതാണ് മീഡിയയുടെ രീതി. അതെ, മീഡിയയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരുപാട് ചാർത്തിത്തരലുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ശരിക്കും ഒരു പോരായ്മയല്ലേ, ദീർഘവീക്ഷണമില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നത്? പക്ഷെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. ഈ പ്രായമായിട്ടും ലീഡറായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു ചുമതല പാർട്ടി നൽകുമ്പോൾ മറ്റൊരാൾക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ പറ്റി ഒരു പൗരൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കേരളം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് മാറി. അതിൻ്റെ ഉത്തരം പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. LDF ഗവൺമെൻറ് നടപ്പാക്കിയ പല കാര്യങ്ങളും പിന്നീട് അതിന് ഒരു ഫോളോ അപ്പ് ഇല്ലാതെ വന്നു. മാത്രമല്ല ചിലത് പൂർണ്ണമായി തകർക്കുന്ന അവസ്ഥയും വന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് തുടങ്ങിയുള്ള പല കാര്യങ്ങളുണ്ട്. UDF പറയുന്നത് ആര് വിശ്വസിക്കുന്നു? കൊടുക്കാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങൾ പോലും കൊടുക്കാത്തവര് പിന്നെ എന്ത് പ്രഖ്യാപനം നടത്തിയിരുന്ന കാര്യം? ആ പ്രഖ്യാപനം ആര് വിശ്വസിക്കുന്നു? നമസ്കാരം, ചാർവിത് ഭക്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി മറ്റാരുമല്ല, ശ്രീ പിണറായി വിജയൻ, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. സാർ നമസ്കാരം. നമസ്കാരം. സാർ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ധാരാളം ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നത് കണ്ടു. TV ചാനലുകളിലൊക്കെ സാറിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, സാർ ഉത്തരങ്ങൾ പറയുന്നു. അങ്ങനത്തെ ഒരു വളരെ ഗൗരവകരമായിട്ടുള്ള വളരെ ഗൗരവമേറിയ ഇൻ്റർവ്യൂസാണ് TV ചാനലുകളിലൊക്കെ കണ്ടത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കുറച്ച് കാഷ്വൽ ടോക്കുകളും കുറച്ച് നർമ്മ സംഭാഷണങ്ങളൊക്കെ ആയാലോ? ആയിക്കോട്ടെ. ഇതൊരു പോഡ്കാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇങ്ങനത്തെ ഒരു മൈക്കും സെറ്റപ്പും ഒക്കെ. നമ്മൾ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 2 വ്യക്തികളിരുന്ന് സംസാരിക്കുന്ന ഒരു സംഭവം. അതൊരു ഇൻ്റർവ്യൂ പാറ്റേണിൽ പോകുന്നത് പലപ്പോഴും സ്വാഭാവികമാണ്. പക്ഷേ എന്നിരുന്നാലും 2 വ്യക്തികൾ തമ്മിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പോഡ്കാസ്റ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു കേരളത്തിന് 10 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടുന്നത്. അത് ഈ ഒരു റിസൾട്ടും കൂടെ വരുന്നതോടുകൂടി 10 വർഷം എന്നുള്ള ആ ഒരു ടേം അത് താങ്കൾ പൂർത്തിയാക്കും. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ച മുഖ്യമന്ത്രി എന്നുള്ള ഒരു റെക്കോർഡ് താങ്കൾക്ക് ലഭിക്കും. ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് റിസൾട്ട് വരുന്നതോടുകൂടി അതും പൂർത്തിയാവും. അപ്പോൾ അത് മാത്രമല്ല, 1970 താങ്കൾ ആദ്യമായിട്ട് MLA ആയിട്ട് നിയമസഭയിലേക്ക് വരുന്നത് അല്ലേ? 25 വയസ്സുള്ള സമയത്ത്. അപ്പോൾ ആ സമയത്ത് മുതൽ ഇത്രയും വർഷമുള്ള രാഷ്ട്രീയ പാരമ്പര്യം, പിന്നെ കേരളത്തിലെ തന്നെ പിന്നെ ഇന്ത്യയിലെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി, പിന്നെ ദീർഘകാലം ഏറ്റവും കൂടുതൽ കാലം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നതിൻ്റെ ക്രെഡിറ്റ്, അങ്ങനെ ധാരാളം ക്രെഡിറ്റുകളുള്ള ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് താങ്കളോടൊപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും. പക്ഷേ എനിക്കത് ചോദിക്കാതെ തുടങ്ങാൻ പറ്റില്ല. സോ എന്താണ് അടുത്ത ഒരു പ്രതീക്ഷ? അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തെരഞ്ഞെടുപ്പിൽ നല്ല ശുഭപ്രതീക്ഷയിലാണുള്ളത്. കാരണം ജനങ്ങൾ നടന്ന പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായുള്ള വിധി പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഒരു പതിവ് 5 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് വരിക എന്നുള്ളതായിരുന്നു. അത് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി മാറുന്നു. എന്നാൽ 2021 ആ പതിവ് ജനങ്ങൾ മാറ്റി. 2016 മുതൽ 2021 വരെ അധികാരത്തിൽ ഇരുന്ന LDFന് തന്നെ
തുടർ ഭരണം സമ്മാനിച്ചു. അത് സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെടുത്തൊരു നിലപാടാണ്. ഒരുപാട് കാര്യങ്ങൾ LDFനെ അപകീർത്തിപ്പെടുത്താൻ ആ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇപ്പോഴും ചെയ്യുന്നില്ലേ? അല്ല, ആ ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞു. ആ ഘട്ടത്തിൽ അത് വലിയ തോതിലായിരുന്നു. പക്ഷേ ജനങ്ങളതൊന്നും മുഖവിലക്കെടുത്തില്ല. നേരത്തെ ഉള്ളതിനേക്കാളും സീറ്റ് വർദ്ധിപ്പിച്ച് 99 സീറ്റോടെ LDFനെ അധികാരത്തിലേറ്റി. ഇത്തവണ നെക്സ്റ്റ് തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഈ 1970 താങ്കൾ ആദ്യമായിട്ട് MLA ആയിട്ട് പോകുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്നത്, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ച് പുറപ്പെട്ട് രാത്രിയിലൊരു 10 മണിയോടുകൂടി തലശ്ശേരിയിൽ വന്ന് താമസിച്ച് ആണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഷൂട്ടിന് വേണ്ടി വന്നത്. അപ്പോൾ ഏകദേശം 8 മണിക്കൂർ എടുത്തു എനിക്കിന്ന് 266 കിലോമീറ്റർ ഇന്നലെ വണ്ടി ഓടിച്ച് വരാൻ. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ പണി നടക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും പിന്നെ പെരുന്നാളിൻ്റെ സമയത്തെ ആ തിരക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും 1970 താങ്കൾ ആദ്യമായിട്ട് MLA ആയ സമയത്ത് അന്ന് ഈ ഇവിടെ നിന്നും തലശ്ശേരിയിൽ നിന്ന് അല്ലെങ്കിൽ പിണറായിയിൽ നിന്ന് ഈ പറഞ്ഞ കണ്ണൂരിലേക്കുള്ള യാത്രകളൊക്കെ എത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ളതായിരുന്നു? അന്ന് തിരുവനന്തപുരത്തേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. ഇല്ല, അന്ന് ട്രെയിൻ ഇല്ല. ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. എറണാകുളം വരെ ബ്രോഡ് ഗേജ്, എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് മീറ്റർ ഗേജ്. ഇതായിരുന്നു നില. അപ്പോൾ ഞങ്ങളെപ്പോഴും യാത്ര ചെയ്തിരുന്നത് ഡീലക്സ് ബസ്സിലാണ്. കണ്ണൂർ ഡീലക്സ്. അതെ, സിനിമ കണ്ടിട്ടുള്ള ബസ്. ഓക്കെ. ആ ഡീലക്സ് ബസ്സിലാണ് നല്ല പ്രായമുള്ളവരും യാത്ര ചെയ്യുക. ഞാൻ മാത്രമല്ല, നല്ല പ്രായമുള്ളവർ. കാരണം അന്നത്തെ ഏറ്റവും കൂടുതൽ സൗകര്യം അതാണ്. ഓക്കെ. അതിൽ യാത്ര ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് വൈകുന്നേരം 5 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുക. ഇന്നും ഉണ്ടോ ബസ്? ഉണ്ട്. പക്ഷേ അവിടെ എത്തുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ദീർഘമായ യാത്രയാണ്. അപ്പോൾ അതായിരുന്നു പ്രശ്നം. ഇപ്പോൾ ട്രെയിനിന് യാത്ര ചെയ്യേണ്ടി വന്നാൽ എറണാകുളത്ത് ഇറങ്ങണം, മറ്റേ വണ്ടി പിടിക്കണം, അതിന് പോകണം. അങ്ങനെയൊരു അതിനാരും മെനക്കെടില്ല. മിക്കവാറും ഈ ഡീലക്സിന് തന്നെ പോകുന്ന നിലയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് പോകാമല്ലോ അല്ലേ? അതെ, അതാണ് സ്വീകരിക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിൻ്റെ സമയം വന്നു, പിന്നെ ഡയറക്റ്റ് ട്രെയിൻ കണക്ടിവിറ്റി ആയി അല്ലേ? ഡയറക്റ്റ് ട്രെയിൻ വരാൻ പിന്നെയും 3-4 വർഷം എടുത്തു. അതിനുശേഷമാണ് ഡയറക്റ്റ് ട്രെയിൻ വരുന്നത്. ഓക്കെ. ഇന്നിപ്പോൾ നമുക്ക് വന്ദേ ഭാരത് വരെ വന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വന്ദേ ഭാരത് വരെ ആയുള്ളൂ. നമ്മൾ കൂടുതൽ ശ്രമിച്ചതായിരുന്നു. പക്ഷെ അത് പ്രാവർത്തികമായില്ല. പിന്നെ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടായി. അപ്പോൾ ദിവസം ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അത് വലിയ കണക്ടിവിറ്റി ഇല്ല. എന്നാലും നേരത്തെ 2 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അത് ഒന്നാക്കി കുറച്ച് കളഞ്ഞവർ. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് രാവിലെയാണ്, വൈകുന്നേരമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട്. ആ ഫ്ലൈറ്റാണുള്ളത്. പക്ഷേ അതിന് എറണാകുളം ഒരു കണക്ഷൻ കൂടിയുണ്ട്. എറണാകുളം ഇറങ്ങിയിട്ടാണ് വരുന്നത്. പക്ഷേ 2-3 ദിവസം ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. തിരുവനന്തപുരം കണ്ണൂർ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഉണ്ട്. അത് കുറേ കൂടി സൗകര്യമുണ്ട്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. 25 വയസ്സിൽ അന്ന് 1970 ശ്രീ പിണറായി വിജയൻ MLA ആയ ആ ഒരു റെക്കോർഡ് ഇന്നും ഇതുവരെ ആരും ഖണ്ഡിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയും അതിലും പ്രായം കുറഞ്ഞൊരു MLA അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ഒരു MLA അതിനുശേഷം ഇതുവരെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാനതങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അത്രയും പ്രായം കുറഞ്ഞ ഒരു MLA താങ്കൾ അന്ന് 1970 ആയതിനു ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കൾക്ക് ആ ഒരു ക്രെഡിറ്റും കൂടെ ഉണ്ട്. ഞാനത് നോക്കിയിട്ടില്ല. യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് കം ബാക്ക് ടു ദിസ്. അപ്പോൾ ഈ യാത്രാ സമയം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറല്ലേ, ഈ യാത്രാ സമയം കുറയ്ക്കുക എന്നുള്ളത്? കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി ടൂറിസം സാധ്യതകളുള്ള ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ ഈ യാത്രാ സമയം കുറഞ്ഞാലല്ലേ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് പോകാനൊക്കെ സാധിക്കുകയുള്ളൂ? അതിനാണല്ലോ ഞങ്ങൾ ഒരു പദ്ധതി ഇട്ടിരുന്നത്. കേരയിൽ നല്ല വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും. ഒരു 4 മണിക്കൂർ സമയം കൊണ്ട് തിരുവനന്തപുരം കണ്ണൂർ കണക്ഷൻ വരും. അതിൽ എറണാകുളത്തൊക്കെ ഉള്ള ആളുകൾക്ക്, എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ജോലി ചെയ്തിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് എറണാകുളം ആണെങ്കിൽ ജോലി ചെയ്ത് വീട്ടിലേക്ക് തിരിച്ച് വരാം. 1-2 മണിക്കൂർ എടുക്കും. അപ്പോൾ അതൊരു വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഓക്കെ. അത് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വേണ്ട എന്ന നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം എടുത്തു.
അങ്ങനെ വന്നപ്പോൾ സാധാരണഗതി അനുമതി തരേണ്ട കേന്ദ്ര ഗവൺമെൻറ് അതിനോടൊപ്പം നിന്നു, അനുമതി നൽകിയില്ല. അതുകൊണ്ടാണ് നടപ്പാക്കാൻ പറ്റാതിരുന്നത്. ഓക്കെ. റെയിൽ ഏത് വരുമ്പോൾ കേന്ദ്രത്തിന് അനുമതി വേണം. അപ്പോൾ സംസ്ഥാനത്തിന് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അത് നടപ്പായില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ വേഗതയുള്ള യാത്ര നടത്താൻ കേരളീയർക്ക് സാധിക്കുകയില്ല. ഓക്കെ. ഇപ്പോൾ ഇന്നൊരു തുടർ ഭരണം വരികയാണെങ്കിൽ ഈ ഒരു യാത്രാമാർഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നേരത്തെ തന്നെ ഒരു നടപടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ RRT ഇപ്പോൾ ഡൽഹി മീററ്റ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിലും ആരംഭിക്കാൻ പറ്റും. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ആ നിലക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് കാണുന്നത്. ഓക്കെ. 25-ാം വയസ്സിൽ താങ്കൾ MLA ആയി, അതിനുശേഷം ഇതുവരെ ആ ഒരു ചെറിയ പ്രായത്തിൽ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യുവാക്കൾ എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് പൊളിറ്റിക്സിലേക്ക് വരാത്തത്? അവർക്ക് വരാൻ അവസരം കിട്ടാഞ്ഞിട്ടാണോ, അതോ കാര്യമായിട്ടുള്ള നേതാക്കൾ യുവാക്കളിൽ നിന്ന് ഉണ്ടായി വരാത്തതാണ്? എന്താണ് അതിനകത്തൊരു പ്രശ്നം താങ്കൾ കാണുന്നത്? ഇപ്പോഴും യുവാക്കൾ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. പക്ഷേ പൊതുവെ ഇങ്ങനെയൊരു ഒരു തോന്നലുണ്ട്. എന്നാൽ അത് വസ്തുതാപരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നല്ലതുപോലെ യുവാക്കൾ രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്നത് തന്നെയുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കാനും യുവാക്കൾ തയ്യാറാകുന്നുണ്ട്. ത്യാഗങ്ങൾ അനുഭവിക്കാനും നല്ലതുപോലെ സന്നദ്ധരാകുന്നുണ്ട്. എന്നാൽ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ചില പ്രത്യേകതകളുണ്ടാവും. ആ പ്രത്യേകതകൾ കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് പോകാൻ കഴിയണം. അതാണ് പ്രധാനം. ഓക്കെ. തീരെ രാഷ്ട്രീയാഭിമുഖ്യമില്ല എന്ന നിലപാടെടുക്കാൻ പറ്റില്ല. എന്നാൽ രാഷ്ട്രീയാഭിമുഖ്യമില്ലാത്ത ഒരു സെക്ഷൻ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഓക്കെ. നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴത്തേക്കിനും, പ്രത്യേകിച്ച് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, പ്രത്യേകിച്ച് റോഡ് വികസനം, റെയിൽ വികസനം, ഇതൊക്കെ വരുമ്പോഴത്തേക്കിനും പലപ്പോഴും ദീർഘവീക്ഷണമില്ലാതെ പല കാര്യങ്ങളും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് മുതൽ, അത് തങ്ങളുടെ സർക്കാരിൻ്റെ കാലത്തല്ല, പണ്ട് മുതലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ദീർഘവീക്ഷണം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നീട് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ നിരന്തരം കൺസ്ട്രക്ട് ചെയ്യുക, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ കാണാം. അതിപ്പോൾ ഫ്ലൈ ഓവർ നിർമ്മാണത്തിലാണെങ്കിലും റോഡ് നിർമ്മാണത്തിലാണെങ്കിലും അങ്ങനെ പല കാര്യത്തിലും. അത് ശരിക്കും ഒരു പോരായ്മയല്ലേ, ദീർഘവീക്ഷണമില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നത്? അല്ല, ഇതിൽ പദ്ധതികളിലുള്ള യോജിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇപ്പോൾ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡിലൂടെ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഓക്കെ, അതുകൂടി ആ ഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ടാവും, ചില ഘട്ടത്തിൽ ടെലിഫോണിൻ്റെ ലൈൻ ഇതിന് അകത്തോടി പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നീട് വെട്ടിപ്പൊളിക്കുന്നതിന് പകരം ആദ്യമേ തന്നെ അത് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത, ഓക്കെ, ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അങ്ങനെയൊരു കോർഡിനേഷൻ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അത് കൊണ്ടുവരാൻ ഞങ്ങൾ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു പരിധിയോളം മാറിയിട്ടുണ്ട്, പൂർണ്ണമായി മാറിയിട്ടില്ല. പക്ഷെ അത് മാറേണ്ടതുണ്ട്. മാറി ഒരു മേഖലയിൽ വികസനം വരുമ്പോൾ, റോഡ് വികസനം വരുമ്പോൾ അതിൻ്റെ ഭാഗമായി അവിടെ എന്തൊക്കെ വരാനുണ്ടോ അതിനുള്ള സൗകര്യങ്ങൾ കൂടി അപ്പോൾ ഒരുക്കുന്നത് നന്നാവുമെന്ന് തന്നെയാണ് കാണുന്നത്. CM സിനിമ കാണുന്നതിനെ പറ്റിയും CMൻ്റെ ഇഷ്ട സിനിമകളെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ലാലേട്ടനായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ലാലേട്ടനായിട്ടുള്ള ഇൻ്റർവ്യൂ, അതേപോലെ തന്നെ മമ്മൂട്ടി വയനാട്ട് സന്ദർശിക്കുന്നു, അതേപോലെ തന്നെ മറ്റ് പലരും താങ്കളെ പേരെടുത്ത് പറഞ്ഞ് വിജയാശംസ നേരുന്നു, പല സിനിമ നടന്മാരും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അതൊക്കെ ശരിക്കും ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരൊക്കെ താങ്കളുടെ ഭാഗത്തോട്ട് അങ്ങനെ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും അതൊക്കെ ആ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയല്ലേ? സിനിമാ രംഗത്തുള്ള ആളുകളായാലും സാധാരണ എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നവരാണല്ലോ. അങ്ങനെയുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുള്ളവരാണ് ആ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അത് പലരുമായിട്ടും നല്ല സ്നേഹബന്ധം എനിക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണമാണ് വരുന്നത്. ഓക്കെ. TV ചാനലുകൾ കാണാറുണ്ടോ? വാർത്തകളൊക്കെ കാണാറുണ്ടോ? വാർത്തകൾ കാണാറുണ്ട്. സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
അല്ല, പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ. സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു നമുക്ക്, ഞാൻ ഇന്നലെ ആണെങ്കിൽ പോലും വരുന്ന വഴിക്ക് ഞാൻ മുഖ്യമന്ത്രിയോട് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കാൻ തയ്യാറാവുമെന്ന് പറഞ്ഞ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിന് താഴെ വന്ന പല ചോദ്യങ്ങളും എനിക്ക് താങ്കളോട് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്, പല സംഭവങ്ങളും. പക്ഷേ ആ നല്ല ചോദ്യങ്ങളും ധാരാളം വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിന് കാരണം സോഷ്യൽ മീഡിയയുടെ വീഴ്ചയല്ല. സോഷ്യൽ മീഡിയ ഒരു മാധ്യമമാണല്ലോ. അതിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു മാറ്റമുണ്ട്, രാഷ്ട്രീയ രംഗത്തിൻ്റെ ഒരു മാറ്റം. രാഷ്ട്രീയത്തിൽ ചിലർ കാണുന്നത് രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി അങ്ങേയറ്റം ഇകഴ്ത്തി കാണിക്കണമെന്ന്. അപ്പോൾ ഇകഴ്ത്തി കാണിക്കാൻ മാത്രമൊന്നുമില്ല എന്ന് വരുമ്പോൾ അതിനുവേണ്ടി കഥകൾ മെനയാണ്, നുണകൾ വ്യാപകമായി പ്രചരിപ്പിക്കുക. ഇതിനു വേണ്ടി പ്രൊഫഷണൽ ഏജൻസികൾ നിയമിക്കുകയാണ്. പ്രൊഫഷണൽ ഏജൻസികൾക്ക് ഈ പറയുന്ന ആളാരാണെന്ന് അറിയില്ല, ചിലപ്പോൾ നാടിൻ്റെ തന്നെ പ്രത്യേകത അറിയില്ല, ഏത് തരം പ്രവർത്തനമാണ് ഈ ആക്ഷേപിക്കാൻ ചുമതലപ്പെടുത്തിയ ആ വ്യക്തിയെക്കുറിച്ച്. താങ്കൾക്ക് ധാരാളം വിളിപ്പേരുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ, കേട്ടിട്ടുണ്ടോ? ഇല്ല പറയണോ? അല്ല, അത് വിളിക്കാം. അതെ, രസകരമായ പേരുകളാണ് പലതും. ജൂനിയർ മാൻഡ്രേക്ക് എന്ന് വിളിക്കാറുണ്ട്, പിന്നെ കാരണഭൂതൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ ധാരാളം വിളിപ്പേരുകൾ സോഷ്യൽ മീഡിയ താങ്കൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുമോ, അതോ അതൊക്കെ രസകരമായിട്ട് ചിരിച്ച് തള്ളിക്കളയുമോ? അങ്ങനെയൊക്കെ അതിൻ്റെ മേലെ ദേഷ്യം കൊണ്ട് കാര്യമില്ല, ദേഷ്യത്തിലല്ലേ അങ്ങനെ ഞാൻ കാണാറില്ല. ഈ പ്രൊഫഷണൽ ഏജൻസി അവർക്ക് അറിയാത്ത ആളെക്കുറിച്ച് അവർ സങ്കല്പത്തിലുള്ള കഥകൾ മെനയാണ്. അങ്ങനെ കഥകൾ മെനയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഉദ്ദേശം ആളെ ഇകഴ്ത്തി കാണിക്കലാണ്. അതിന് നല്ലതുപോലെ ഇരയായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത്തരം ആക്രമണങ്ങൾ പുത്തരിയല്ല, പുതുതായിട്ടുള്ളതല്ല. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അടിയന്തരാവസ്ഥ കാലം മുതൽ എല്ലാ കാലത്തും അങ്ങനെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ വസ്തുത. അങ്ങനെ എന്നും നേരിടാൻ എന്താ പറയുക, ഒരു തൻ്റെ ഇടം ഉള്ളതുകൊണ്ടാണല്ലോ ഇരട്ടച്ചെങ്ങൻ എന്നുള്ള പേരും ഉള്ളത്, അല്ലേ? അല്ലേ? അങ്ങനെ പേരുകൾ നല്ലത് മാത്രമല്ല, പലതരത്തിലുള്ള പേരുകളുണ്ടല്ലോ. വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് നമ്മൾ ശ്രീ പിണറായി വിജയനെ കണ്ടിട്ടുള്ളത്. അതായത് എല്ലാം ഭയങ്കര ഗൗരവമേറിയ കാര്യങ്ങൾ പല സമയത്തും താങ്കൾ പണ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയൊരു വിവാദമായിരുന്നു. അത് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ താങ്കളെ അറ്റാക്ക് ചെയ്തിട്ടില്ലേ, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. അപ്പം പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, പുള്ളി കടക്ക് പുറത്തെന്ന് പറയത്തില്ലല്ലോ അല്ലേ എന്നൊക്കെ. അങ്ങനെ പലരും രസകരമായിട്ടും ഈ പറഞ്ഞ പോലെ കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ സന്ദർഭമാണല്ലോ പ്രധാനം. സന്ദർഭം ക്ഷണിക്കാത്തൊരിടത്ത് ഒരു കൂട്ടർ എത്തിപ്പെടുകയാണ്. അവരെ ക്ഷണിച്ച കാര്യമല്ല, അവർ വരേണ്ട കാര്യമില്ല. കാരണം ഒരു സംഭാഷണം നടക്കുന്നതാണ്. ആ സംഭാഷണത്തിന് മീഡിയയുടെ പ്രസൻസേ ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ഞാനെത്തുമ്പോൾ ഇവരെല്ലാവരും ആ മുറിയിൽ ക്യാമ്പടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ദയവായി ഒന്ന് പുറത്തേക്ക് വരുമോ എന്നല്ല ചോദിച്ചത്. സാധാരണഗതിയിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. അതൊരു കണ്ണൂർ ഭാഷയാണോ? അത് സാധാരണ പറയുന്നൊരു കാര്യമല്ലേ. പുറത്ത് കിടക്കെന്ന് പറയും, കടക്ക് പുറത്ത് എന്ന് പറയും. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ലേ. ഓക്കെ, ശരിക്കും അത് ആ സംഭവം നടന്നതിന് ശേഷമായിരുന്നു കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഞാൻ യാത്രകളൊക്കെ ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉദ്ഘാടന ദിവസം ഞാനും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞുള്ള ആദ്യത്തെ വിമാനം എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനമായിരുന്നു, ഇൻഡിഗോ ആയിരുന്നു എന്ന് ഓർമ്മയില്ല, തിരുവനന്തപുരത്തേക്ക് പോവാണ്. അതിൽ താങ്കളും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഫ്രണ്ട് റോയിലെ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ താങ്കളും കൂടെ അതിൽ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ആ ഫ്രണ്ട് റോയിൽ സീറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുടെ സീറ്റൊക്കെ എയർലൈൻ മാറ്റി വേറെ സീറ്റിലേക്ക് മാറ്റി അത് നിങ്ങൾക്ക് അലോട്ട് ചെയ്തു.
അപ്പോൾ ഈ വിമാനത്തിൽ വെച്ച് എനിക്ക് താങ്കളോട് വന്നൊരു ഹലോ പറയണമെന്നും ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കടക്കുപുറത്ത് വിവാദമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ആ സമയത്ത് വന്ന് താങ്കളുടെ ഒരു ഹലോ പറയാൻ പോലും പേടിയായിപ്പോയി. കാരണം താങ്കൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു അറിവില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം പല ആളുകളിലേക്കും അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ആ ഒരു കാര്യത്തിന് ശേഷം ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് മീഡിയയുടെ രീതി. അതെ, അതൊക്കെ മീഡിയ സൃഷ്ടിക്കുന്നതാണ്. ഓക്കെ. മീഡിയയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരുപാട് ചാർത്തിത്തരലുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണിത്. അത്രയേ കാണുള്ളൂ. ഞാൻ അതാണ് നേരത്തെ ചോദിച്ചത്, മീഡിയ എന്ന് പറയുന്നത് ഇപ്പം പണ്ട് പോലെ മീഡിയയുടെ ഒരു ചേഞ്ചസ് നമ്മൾ കണ്ടുവരുന്നതല്ലേ. പണ്ട് പത്രങ്ങൾ, അതിനുശേഷം ദൃശ്യമാധ്യമങ്ങൾ വന്നു. ആ ദൃശ്യമാധ്യമങ്ങൾ തന്നെ പല രീതിയിലേക്ക് മാറി വന്നു. ചില സമയത്തൊക്കെ ചില സംഭവങ്ങളൊക്കെ അതിര് കടന്ന് പല രീതിയിൽ തെറ്റായ വാർത്തകളും കൊടുത്ത് വ്യാഖ്യാനിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു മീഡിയയുടെ മാറ്റത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, മീഡിയയുടെ പ്രസക്തി നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. അതെ. പക്ഷേ മീഡിയ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് മീഡിയയുടെ പ്രധാനികൾ കൂടി ചേർന്നുകൊണ്ട് എങ്ങനെ നീങ്ങണമെന്ന് അവർ തീരുമാനിക്കേണ്ടതാണ്. അത് മുൻപും പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്ന് മീഡിയയെ നിയന്ത്രിക്കാൻ പുറപ്പെടുന്നത് ഭംഗിയാവില്ല. ഇപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ മീഡിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടത്തിലും മീഡിയക്കെതിരെയുള്ളൊരു നീക്കം എൻ്റെ ഭാഗത്തുനിന്നോ ഞങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഓക്കെ. മീഡിയൻ്റെ പ്രവർത്തനം നടത്തട്ടെ. പക്ഷേ അതേസമയം മീഡിയയുടെ എല്ലാ മീഡിയകളെയും പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പ്രധാനികൾ കൂടിയൊരു സംവിധാനം വേണം. ഈ പ്രവർത്തനങ്ങളൊന്ന് റിവ്യൂ ചെയ്യണം. അതിര് വിട്ടു പോകുന്നുണ്ടോ, ശരിയായ രീതിയിലല്ലേ പോകുന്നത്, ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് അവർ തന്നെ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ആ നിലപാടാണ് എനിക്കതിലുള്ളത്. ഓക്കെ. നമ്മുടെ ടൂറിസത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ടൂറിസം എന്ന് പറയുന്നത് നമുക്ക് ധാരാളം വലിയൊരു സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഞാനിപ്പം ശ്രീലങ്കയിലായിരുന്നു. ഞാൻ ഇന്നലെ രാവിലെ ശ്രീലങ്കയിൽ നിന്ന് വന്നേ ഉള്ളൂ. ഞാൻ ശ്രീലങ്കയിൽ കണ്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ബേസിക് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ കേരളത്തിൽ വരുന്നതിൻ്റെ 10 മടങ്ങ് ടൂറിസ്റ്റുകൾ ശ്രീലങ്കയിൽ വരുന്നുണ്ട്. നമുക്ക് തമിഴ്നാടിൻ്റെ വലിപ്പം മാത്രമുള്ള ഒരു രാജ്യമാണല്ലോ അത്. പ്രത്യേകിച്ച് ബീച്ചുകൾ ധാരാളമുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ചൈന, അതേപോലെ തന്നെ ജപ്പാൻ, യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്ക, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ വരുന്നു. നമുക്കിപ്പോഴും ടൂറിസം എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് എഫക്റ്റീവായിട്ട് വിദേശികളെ കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇപ്പോഴും ആ ഒരു ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. കൂടുതൽ വിദേശികളെ ആകർഷിക്കാൻ വേണ്ടി, കാരണം വിദേശ വരുമാനമാണല്ലോ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തിക്ക് കാരണം. ഈ വിദേശികളെ ആകർഷിക്കാൻ വേണ്ടി എന്തൊക്കെ പദ്ധതികളായിരിക്കും ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകളുള്ളത്? ടൂറിസം നല്ല രീതിയിൽ വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് കേരളത്തിൽ. വിവിധ പദ്ധതികൾ നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഇപ്പോൾ കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത, ആ ജലപാത നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന കാലതാമസമുണ്ട്. ഇവിടെ ആ പദ്ധതി നല്ല നിലക്ക് പൂർത്തിയായി വന്നാൽ ടൂറിസ്റ്റുകൾക്കത് വലിയ ഹരമായിരിക്കും. കാരണം 600ഓളം കിലോമീറ്റർ ഒന്നിച്ച് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. അത്രയും യാത്ര ചെയ്യാത്തവർക്ക് അതിൽ കുറച്ച് യാത്ര ചെയ്യാം. അപ്പോൾ ആ യാത്രയുടെ ഇടക്ക് ഇറങ്ങാനും താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ചില പരിപാടികൾ കാണാനും ഒക്കെ സാധിക്കും. അതൊരു പാക്കേജ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. നാടൻ കലാരൂപങ്ങൾ, നാടൻ ഭക്ഷണം, നാടൻ തൊഴിലുകൾ, ഇതൊക്കെ ആയിട്ട് അവർക്ക് പരിചയപ്പെടാൻ സാധിക്കും. വലിയ തോതിൽ ഹരം പകരുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ബീച്ചുകളുടെ കാര്യം പറഞ്ഞു, നമുക്കും ബീച്ചുകൾ കുറവല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ബീച്ചുകളിൽ ഏറ്റവും ദീർഘമേറിയ മുഴപ്പിലങ്ങാട് ബീച്ചുണ്ട്. അതെ, ഇപ്പോൾ അവിടെ KTDC പുതിയ ഹോട്ടൽ വന്നു അല്ലേ? ഹോട്ടൽ വന്നു. പക്ഷേ നമ്മളത് നല്ല രീതിയിൽ വികസിപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വേഗത ഉണ്ടായിട്ടുണ്ടാവില്ല. എങ്കിലും അത് രാജ്യം ശ്രദ്ധിക്കുന്ന, ലോകം ശ്രദ്ധിക്കുന്ന ഒരു ബീച്ചാക്കി മാറ്റാൻ
നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സജഷൻ പറയാനുണ്ട്. കെ ടി ഡി സിക്ക് കേരളത്തിൽ വളരെ പ്രൈം ലൊക്കേഷനുകളിൽ ധാരാളം റിസോർട്ടുകളും നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്. അത് പലതും കുറച്ച് പുവർലി മെയിൻറ്റൈൻഡ് ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സ്വകാര്യ റിസോർട്ടുകളെക്കാട്ടിൽ ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണ്. തീർച്ചയായും അത് മെച്ചപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളും കാണുന്നത്. ആ മെച്ചപ്പെടലിന് ചില പരിഷ്കരണങ്ങൾ ആവശ്യമായി വരുമെന്ന് തന്നെ കാണുന്നുണ്ട്. അതും നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം വേണം എന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയത്തിൽ റിട്ടയർമെൻ്റ് ഉണ്ടല്ലോ, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് 75 വയസ്സായാൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 75 വയസ്സായാൽ മറ്റ് ചുമതലകളിൽ നിന്ന് ആ ആളെ ഒഴിവാക്കുകയാണ് സാധാരണ നിലക്ക്. അങ്ങനെ ഒഴിവാക്കപ്പെട്ട ധാരാളം ആളുകൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്, നല്ല പ്രാപ്തരും കഴിവുറ്റവരുമായിട്ടുള്ള ആൾക്കാർ. പക്ഷേ വല്ലാതെ പ്രായം കൂടിയിട്ടും കാര്യങ്ങൾ ചുമതല വഹിച്ച് പോകേണ്ടതില്ല എന്നൊരു പൊതു നിലപാടിലാണ് പാർട്ടി എത്തിയിരുന്നത്. അത് ആ നിലപാട് ഇപ്പം തന്നെയുണ്ട്. ഒരു പൊതുവേ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം താങ്കളിപ്പോൾ ഈ പ്രായത്തിലും ഒരു ലീഡറായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പ്രായമായിട്ടും ലീഡറായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു ചുമതല പാർട്ടി നൽകുമ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ പറ്റാത്തതുകൊണ്ടാണോ അതൊരു പോരായ്മയാണോ? അത് മറ്റൊരാൾക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാ വശങ്ങളും പരിശോധിച്ചാണല്ലോ പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തുക. പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തി അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം അനുസരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന നിലപാട്. അപ്പോൾ സാധാരണഗതിയിൽ 75 വയസ്സായാൽ റിട്ടയർ ചെയ്യുക എന്നുള്ള നില എല്ലാവരും സ്വീകരിക്കുന്നതാണ്. അതിനോടൊരു വൈമുഖ്യവും ആരും പ്രകടിപ്പിക്കില്ല. പക്ഷേ പ്രത്യേക സാഹചര്യം വരുന്നു, അത് തുടരേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതും അംഗീകരിച്ച് പോകുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. കഴിഞ്ഞ പല ഇൻ്റർവ്യൂകളിൽ എല്ലാവരും ചോദിച്ചു, LDF 3ാം തവണയും ഭരിക്കുകയാണെങ്കിൽ താങ്കൾ മുഖ്യമന്ത്രിയാവുമെന്ന് ചോദിച്ചു. അങ്ങനെ താങ്കൾ പറഞ്ഞു അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. എല്ലാത്തിലും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവായിട്ട് ആര് വരണമെന്നാണ് ആഗ്രഹം? അല്ല, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ലല്ലോ കാര്യങ്ങൾ വരിക. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനം ഞാൻ വഹിക്കുമ്പോൾ അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. 2021 തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല തന്നെയാണ് നല്ല നിലക്ക് മുൻപന്തിയിൽ നിന്നിരുന്നത്. പക്ഷേ അവരുടെ പാർട്ടി അദ്ദേഹത്തെയല്ല പ്രതിപക്ഷ നേതാവായി നിശ്ചയിച്ചത്. അത് ഇപ്പോൾ ഉള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. അതവർ ഓരോ പാർട്ടിയും തീരുമാനിക്കുന്ന കാര്യമല്ലേ. നമ്മളെ ആഗ്രഹമോ അതൊന്നും അതിലൊരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ പാർട്ടി തീരുമാനിക്കുന്നു, അതനുസരിച്ച് ആൾ വരുന്നു. അതാണല്ലോ കാണുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പല ആൾക്കാരും താങ്കളോട് കുറേ ചോദ്യം ചോദിച്ചല്ലോ. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ പറ്റി ഒരു പൗരൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിൽ എന്ത് ചോദിക്കും? അതായത് നിങ്ങൾ 2016 കേരളം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മാറ്റം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം അഴിമതിയുടെ കാര്യത്തിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് മാറി ഇന്ത്യയിൽ. ഇത് LDF അല്ലെങ്കിൽ ഈ നില കൈവരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. യാത്രകൾ പോകുന്നുണ്ടെങ്കിലും പോയി വന്ന് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രത്യക്ഷമായിട്ട് കാണുന്നത്, നമ്മളെപ്പോഴും യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് റോഡുകൾ വളരെയധികം മെച്ചപ്പെട്ടതായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അത് ഈ ഹൈവേ മാത്രമല്ല, ചെറിയ റോഡുകളാണെങ്കിലും ഇപ്പോൾ ഞാൻ തലശ്ശേരിയിൽ നിന്ന് ഇന്നലെ കതിരൂർ വഴി ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഇപ്പോഴാണെങ്കിലും എപ്പോഴും കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഞാൻ നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പത്തനംതിട്ടക്കാരനാണ്, ആറന്മുള മണ്ഡലമാണ്.
ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും എല്ലായിടത്തും റോഡുകൾ പലതും വളരെയധികം മെച്ചപ്പെട്ടതായിട്ട് എനിക്കത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. പിന്നെ അതനുസരിച്ച് ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എല്ലായിടത്തും ഉള്ള പോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം പെർഫെക്റ്റ് അല്ലല്ലോ അല്ലേ? മാറ്റമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എൻ്റെ സ്പെസിഫിക് ചോദ്യം, ഇപ്പം രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഓക്കെ. 2016 ശേഷമുള്ള നില വെച്ചാണ് ഇങ്ങനെ വന്നത്. ഓക്കെ. ഇത് ഇങ്ങനൊരു മാറ്റം വരുന്നതിന് LDFൻ്റെ സംസ്കാരം വളരെ പ്രധാനമായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ LDF ആയിരുന്നില്ലെങ്കിൽ, LDF അല്ലെങ്കിൽ ഇത്തരം ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ ഉത്തരം പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം, ഉത്തരം പറയാൻ എളുപ്പമുള്ള ചോദ്യം. ഓക്കെ. ഇപ്പോൾ ഞങ്ങൾ പിന്നെ 5 ലക്ഷം വീടുകൾ പാവപ്പെട്ടവർക്ക് നൽകി, ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട്. 2021 UDFൻ്റെ കൺവീനർ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ലൈഫ് മിഷൻ റദ്ദാക്കും, നിർത്തിവെക്കും. അപ്പോൾ ഇപ്പോൾ 5 ലക്ഷം വീട് പൂർത്തീകരിച്ച് നിൽക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 2021 LDFന് തുടർഭരണം കിട്ടിയത് കൊണ്ടല്ലേ ഈ 5 ലക്ഷം വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അതൊരു പോയിൻ്റാണ് സാർ പറഞ്ഞത്. എനിക്കത് ഒരു ചോദ്യമായിട്ട് കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് താങ്കളുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഗവൺമെൻറ് ധാരാളം പദ്ധതികൾ തുടങ്ങി വെച്ചു അല്ലേ? ഇപ്പോൾ ഈ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം വരെ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള പല പദ്ധതികളും തുടങ്ങി വെച്ചു. അപ്പോൾ ഇനിയിപ്പം ഒരു ഭരണമാറ്റം വരികയാണെങ്കിൽ ഈ തുടങ്ങി വെച്ച പദ്ധതികൾ അവിടെ സ്തംഭിക്കാതിരിക്കാനും അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ടുള്ള എന്തൊക്കെ കരുതലുകളായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുക? അല്ല, ഇതിൽ 2021 മുൻപുള്ള കേരളം എടുത്താൽ, 2016 വരെയുള്ള കേരളം എടുത്താൽ, നിങ്ങൾ ഈ പറഞ്ഞത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ ഈ എക്സ്പ്രസ് ഹൈവേ പോലും പണ്ട് വരാൻ LDF ഗവൺമെൻറ് നടപ്പാക്കിയ പല കാര്യങ്ങളും പിന്നീട് അതിന് ഒരു ഫോളോ അപ്പ് ഇല്ലാതെ വന്നു. മാത്രമല്ല ചിലത് പൂർണ്ണമായി തകർക്കുന്ന അവസ്ഥയും വന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അനുഭവത്തിലാണ് ജനങ്ങൾ LDFനെ തുടർഭരണം ഏൽപ്പിച്ചത്. ഈ അനുഭവമുള്ള ജനങ്ങൾ ഇപ്പോഴും LDFനെ തന്നെ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വാസം. നമ്മുടെ സമയമാകുന്നുണ്ട്, എനിക്ക് വേറൊരു പരിപാടി ഉള്ളതാണ്. എനിക്കാണ് ധാരാളം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സാറിനാണെങ്കിൽ നല്ല തിരക്കണം. ഒരു കാര്യം കൂടെ, 1-2 ചോദ്യങ്ങളോട് ചോദിക്കണം. ഈ UDFൻ്റെ പ്രകടന പത്രികയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് തുടങ്ങിയുള്ള പല കാര്യങ്ങളുണ്ട്. ശരിക്കും അത്തരത്തിലുള്ള സൗജന്യങ്ങൾ നമ്മൾ പെൻഷനൊക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ പെൻഷനുകൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ട്, പെൻഷനുകളും സാമ്പത്തിക സഹായമൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സൗജന്യങ്ങൾ ശരിക്കും അത് സർക്കാരിനൊരു ബാധ്യതയാവില്ലേ? UDF പറയുന്നത് ആര് വിശ്വസിക്കുന്നു? ഇവിടെ 2006 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അന്ന് കൊടുക്കേണ്ടിയിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു. അല്ല, 600 ഇല്ല, അന്ന് വളരെ കുറവാണ്. പിന്നെയാണ് 2016 ആകുമ്പോഴാണ് 600 ആകുന്നത്. ആ ചെറിയ പെൻഷൻ എത്ര മാസമായിരുന്നു കുടിശ്ശിക എന്നറിയുക? 28 മാസം. 2006 ഈ സൗജന്യ യാത്ര എന്നൊക്കെ പറയുന്ന ഒരു തമിഴ്നാട് മോഡൽ പൊളിറ്റിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതല്ല, 2006 28 മാസത്തെ കുടിശ്ശിക. 2016 ഞങ്ങൾ വന്നു വീണ്ടും. ആ വന്നപ്പോൾ അന്ന് കുടിശ്ശിക എത്രയാണെന്ന് നോക്കി. അന്ന് 600 രൂപയാണ്. 500 രൂപയാണ് അതിന് മുൻപുണ്ടായിരുന്നത്. അത് 100 രൂപ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ വർധനവ് UDF ഗവൺമെൻറ് വരുന്നത് ആകെ 100 രൂപയാണ്. അത് കടലാസിലാണ്, കൊടുത്തില്ല. ആ കുടിശ്ശിക 18 മാസം. അപ്പോൾ കൊടുക്കാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങൾ പോലും കൊടുക്കാത്തവർ പിന്നെ എന്ത് പ്രഖ്യാപനം നടത്തിയിട്ട് എന്താ കാര്യം? ആ പ്രഖ്യാപനം ആര് വിശ്വസിക്കുന്നു? ഒരു നേട്ടം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ പവർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം അത് ശരിക്കും ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പവർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ പണ്ടൊക്കെ ഇൻവേർട്ടറൊക്കെ വാങ്ങിച്ചു വെക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു, ബാറ്ററി അങ്ങനെ സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഇൻവേർട്ടർ പോലും ഇല്ല വീട്ടിൽ. കാരണം പവർ കട്ട് എന്ന് പറയുന്നത്, കറണ്ട് പോകാന്ന് പറയുന്നത് പോലും വളരെ അപൂർവമായിട്ട് മാറിയിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഒരു ഭരണ നേട്ടം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അതെങ്ങനെയായിരിക്കും അച്ചീവ് ചെയ്തത്? അല്ല, അത് ക്വാളിറ്റി പവർ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ ക്വാളിറ്റി പവർ കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.
ഓക്കെ. നമ്മുടെ പവർ രംഗത്തുള്ള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രാൻസ്ക്രിപ്റ്റ് 2.0 പരിപാടി നടപ്പാക്കിയത്. നല്ല പണം അതിന് ചെലവഴിക്കുകയാണ്. ആ തരത്തിലുള്ള ഒരു പദ്ധതികളിലൂടെയാണ് ഈ പറയുന്ന ക്വാളിറ്റി പവർ നടപ്പാക്കുന്നത്. പിന്നെ പുതിയ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ നല്ല തോതിൽ കേരളത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് അധികം സമയം എടുക്കാൻ പറ്റില്ല. ഇനി സമയം എടുക്കാൻ പറ്റില്ല. ആ മുഖ്യമന്ത്രിയിലെ കർക്കശക്കാരൻ അവിടെ ഉണർന്നിരിക്കുകയാണ്. സോ എന്തായാലും വളരെ സന്തോഷമുണ്ട്. എനിക്ക് ധാരാളം ചോദ്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. എന്തായാലും താങ്കൾ ഇനി LDF ഇനി തുടർ ഭരണം വരികയാണെങ്കിലും ഇല്ലെങ്കിലും വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വരികയാണെങ്കിൽ തീർച്ചയായും ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ എനിക്ക് വീണ്ടും ഒരു പോഡ്കാസ്റ്റിന് അവസരം കൂടെ നൽകണം എന്ന് ഞാനിവിടെ അപേക്ഷിക്കുകയാണ്. പിന്നീട് കാണാം. ധാരാളം സംസാരിക്കാനുണ്ട്. ഓക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. താങ്ക് യു. സാർ, ഒരു റിക്വസ്റ്റ്, ഒരു ചെറിയൊരു ഡയലോഗ് പറയാമോ? ഒരു റീൽ എടുക്കാൻ വേണ്ടിയാ, വൈറലാവും. ഇത്രേ ഉള്ളൂ. ഞാൻ പറയും, എനിക്കൊരു പോഡ്കാസ്റ്റ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് കടക്ക് പുറത്തെന്ന് പറയുമെന്ന് ചോദിക്കും. എന്നിട്ട് സാറ് പറയുക, കടക്ക് പുറത്തൊക്കെ പണ്ടല്ലേ, ഇപ്പോൾ കയറി വാടാ മക്കളെയാണ്, നീ വാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. ഇത്രയും മതി, സിമ്പിൾ. പറയാൻ പറ്റുമോ? വൈറലാവും. ഒറ്റട ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഒറ്റടല്ല, കടക്ക് പുറത്തൊക്കെ പണ്ടല്ലേ, നീ കയറി വാടാ, അല്ല ഇപ്പം കയറി വാടാ മക്കളെയാണ്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. പറയാം. ഓക്കെ, ശരി. സോ നമസ്കാരം, ഞാൻ സുജിത്ത് ഭക്തൻ. എനിക്ക് ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. എനിക്ക് താങ്കളുമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പേടിയുണ്ട്, കടക്ക് പുറത്തെന്ന് പറയുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. ആ പേടി മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ്. ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഗോഡ് ഫാദർ പറഞ്ഞ കാര്യമാണ്, കേരി വാടാ മക്കളെ എന്ന്. ഓ, അടിപൊളി. താങ്ക് യു സോ മച്ച്.